കർത്താവിന്റെ ഇരിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പ്രേംകുമാർ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം തന്റെ ദാസനയോടുള്ള ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. പ്രിയ എബി തന്റെ കുടുംബം, ഞാൻ ട്രിവാൻഡ്രം പട്ടം ചർച്ചിലായിരിക്കുമ്പോൾ ആ ഭവനവുമായിട്ട് വളരെ വളരെ ഇന്റിമേറ്റ് ആയിരിക്കുന്ന ആ ബന്ധങ്ങൾ പുലർത്തുവാൻ ദൈവം സഹായിച്ചു. തൻ്റെ പിതാവ് നിത്യതയിൽ ശ്രമിക്കുന്നു. പല ആഴ്ചകളിലും അദ്ദേഹം എഴുന്നേറ്റ് പറയുന്ന ദൈവവചന വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഗാന ശുശ്രൂഷയിൽ നമ്മളെ ലീഡ് ചെയ്ത ദൈവത്തിന്റെ മകനോടും വളരെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ആമേൻ. അല്പസമയം ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായൊരു ദൈവവചന ഭാഗമാണ് ഞാൻ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. Give us this day our daily bread. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. അപ്പോൾ തന്നെ നമുക്ക് പൊതുവെ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്, ഒത്തിരി ഫെമിലിയർ ആയാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പലപ്പോഴും കുറഞ്ഞു പോകുന്നതായിട്ടൊക്കെ എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാക്യത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പഠനം എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. വളരെ ഡെപ്ത് ആയിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാതനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും. ആ വാക്ക് ശ്രദ്ധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മെയിൻ ഫാക്ട് എന്ന് പറയുന്നത് വി ആർ ഹെൽപ്ലെസ്. ദാറ്റ്സ് വൈ വി ആർ പ്രേയിങ്. Nothing is going to happen by our own ability. So understanding and realizing our own limitations and inability, that many a times leads us to kneel before God and pray to the Lord. Okay. പക്ഷേ എബ്രായ ലേഖനം 5-ന്റെ 7-8 വാക്യങ്ങളിൽ ക്രിസ്തു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അടുത്ത ഒരു വാക്ക് പുത്രനെങ്കിലും. അത് ശ്രദ്ധിക്കണം. ദൈവപുത്രൻ എന്നുള്ള നിലയിൽ താൻ ബലഹീനനല്ല. ദൈവപുത്രൻ എന്നുള്ള നിലയിൽ താൻ സകലത്തിന്റെയും അധികാരിയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു: അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് യേശുക്രിസ്തു അധികാരിയാണ്, സർവശക്തനാണ്. എന്നിട്ട് പറയുകയാണ് പുത്രനെങ്കിലും. ദൈവപുത്രൻ എന്നുള്ള നിലയിൽ താൻ പവർഫുൾ ആണെങ്കിലും ഈ ലോകത്തിലായിരുന്ന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുമ്പോൾ നാം എത്രയധികം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഇത് ഈ കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പല തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ടു ബി റിസൈറ്റഡ്. ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത് ഉച്ചരിക്കണം, ഉരുവിടണം. അത് ഉരുവിട്ടാൽ ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്ന ഇതേ പ്രാർത്ഥന തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ആരംഭ ഭാഗത്ത് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. ലൂക്കോസ് 11-ന്റെ 1 മുതൽ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നോക്കുക, ശിഷ്യന്മാർ ആവശ്യപ്പെട്ടത് teach us to pray. It is not teach us a prayer. ഒരു പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണമെന്നല്ല,
പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പൊ ഇത് ഉരുവിട്ടെങ്കിലേ ഒക്കൂ എന്നുള്ള ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഉരുവിട്ടാൽ തെറ്റല്ല, പക്ഷെ ഈ പ്രാർത്ഥന ജസ്റ്റ് റിസൈറ്റ് ചെയ്യുവാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തന്നെയല്ല, റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം അവിടെ വായിക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. നോക്കുക, കർത്താവായ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിൽക്കുമ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുവാനല്ല, പക്ഷെ പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണെന്നുള്ളത് വളരെ ഡീപ്പായി നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ യേശുവിനെ കുറിച്ചുള്ള 3 ചിത്രങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മത്തായി സുവിശേഷം 6, അവിടെ ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. സോ ജീസസ് ആസ് ദ ടീച്ചർ, പഠിപ്പിക്കുന്ന ഗുരു എന്നുള്ള നിലയിൽ യേശുവിന്റെ പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-42, ലൂക്കോസ് 23-ന്റെ 34 ഈ വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 41-42 ഇങ്ങനെയാണ്, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 23-ന്റെ 34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നത് പ്രാർത്ഥനയിൽ ജീസസ് ആസ് അവർ സേവിയർ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അവിടെ യേശുവിനെ നമുക്ക് ടീച്ചറായിട്ടും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41-42, ലൂക്കോസ് 23-ന്റെ 34, അവിടെ ജീസസ് ആസ് അവർ സേവിയർ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഗെത്സമന തോട്ടത്തിലും ക്രൂശിലും കിടന്നുകൊണ്ടുള്ള യേശുവിന്റെ പ്രാർത്ഥനയാണ്. 22-ാം അധ്യായത്തിൽ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്, 23-ൽ ക്രൂശിൽ കടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ യേശുവിന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആസ് അവർ സേവിയർ. മൂന്നാമത് 1 യോഹന്നാൻ 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് ആ 17-ാം അധ്യായം തന്നെ അറിയപ്പെടുന്നത്. ജീസസ് ആസ് അവർ ഹൈ പ്രീസ്റ്റ്. യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, ഹി ഈസ് അവർ ടീച്ചർ, ഹി ഈസ് അവർ സേവിയർ ആൻഡ് ഹി ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. ഓക്കെ, ഇനി പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലെ യേശുവിന്റെ പ്രാർത്ഥന നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒന്ന്, അവർ എന്നുള്ള വാക്കുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവർ, ദാറ്റ് ഷോസ് ആൻ അൺസെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. സെൽഫിഷ്നെസ് ആണെങ്കിൽ എന്റെ 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 എന്ന് പറയുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ that very term itself clearly states or shows an unselfish attitude. സ്വാർത്ഥതയില്ലാത്ത ഒരു മനോഭാവം പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായി, ഫാദർ, പിതാവേ, എ ഫെമിലിയൽ സ്പിരിറ്റ്, ഇന്റിമേറ്റ് ആയിരിക്കുന്ന ഒരു ബന്ധം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എത്ര ഡീപ്പാണ്! അങ്ങനത്തെ ഒരു ബന്ധം പ്രാർത്ഥനയിൽ നമുക്കുണ്ട്. മൂന്നാമതായി, thy kingdom come, that shows a loyal and expectant spirit. നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ ലോയൽറ്റിയും നിന്റെ രാജ്യം വരണമേ എന്നുള്ളത് നമ്മുടെ എക്സ്പെക്ടൻസിയെയും കാണിക്കുകയാണ്. പ്രാർത്ഥനയിൽ വിശ്വസ്തതയും പ്രതീക്ഷയും ആ പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടായിരിക്കണം. 4, hallowed be thy name, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അവിടെ കാണുന്നത് a reverential spirit, ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള
ഭയഭക്തി നിറഞ്ഞ ഒരു മനോഭാവം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വേണം. ഒന്ന് പിള്ളേരെ പ്രാർത്ഥന മിണ്ടായിരിക്കെ. Thy will be done. നിന്റെ ഇഷ്ടം നടക്കണമേ. Submissive and yielding spirit. സമർപ്പണത്തിന്റെ ഒരു മനോഭാവം പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കണം. അടുത്തത്, give us our daily bread. That shows a dependent spirit. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ് പ്രാർത്ഥനയിൽ വേണം. പിന്നെ forgive us our sins. That shows a penitent spirit. പശ്ചാത്താപം, അനുതാപത്തിന്റെ മനസ്സ്. അടുത്തത്, lead us not into temptation. Be aware of our vulnerability. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളും വൾനറബിളാണ്. പരാജയപ്പെടാം, വീണുപോകാം, വഴുതിപ്പോകാം, തകർന്നു പോകാം. അങ്ങനെയുള്ള നമ്മളുടെ വൾനറബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ബോധ്യം പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കണം. അടുത്തത്, thine is the kingdom. രാജ്യം നിന്റേതാണ്. എ കോൺഫിഡൻസ് സ്പിരിറ്റ്. അടുത്തത്, ശക്തി, എ ട്രയംഫന്റ് സ്പിരിറ്റ്. അടുത്തത്, മഹത്വം, ആൻ എക്സൽട്ടന്റ് സ്പിരിറ്റ്. നോക്കുക, ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡുകള്, ലോയൽ ആൻഡ് എക്സ്പെക്ടന്റ് ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തത്, ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നാമും ദൈവവുമായിട്ടുണ്ടായിരിക്കേണ്ട റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? അവർ ഫാദർ, പിതാവും മക്കളും എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. അടുത്തത്, hallowed be thy name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. deity and worshipper. ആരാധിക്കുന്ന വ്യക്തിയും ആരാധ്യനായ ദൈവവും, deity and worshipper, ആ ഒരു ബന്ധം. മൂന്നാമതായി, thy kingdom come. That means sovereign subjects. He is the sovereign king and we are his subjects. നാം അവന്റെ പ്രജകൾ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോകരുത്. പിന്നെ കാണുന്നത്, thy will be done. മാസ്റ്റർ ആൻഡ് സെർവന്റ് ആറ്റിറ്റ്യൂഡ്. നിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറഞ്ഞാൽ, യു ആർ ദ മാസ്റ്റർ, ഐ ആം ദൈ സെർവന്റ്. അങ്ങന്റെ യജമാനൻ, ഞാൻ അങ്ങയുടെ ദാസൻ. അടുത്തത്, give us our daily bread. അവിടെ കാണുന്നത്, ജീസസ് ഈസ് ദ ബെനിഫാക്ടർ ആൻഡ് വി ആർ ദ ബെനിഫിഷ്യറീസ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മുടെ ബെനിഫാക്ടറായും ഞാനും നിങ്ങളും ബെനിഫിഷ്യറീസുമായിട്ടാണ്. കർത്താവ് തന്നെങ്കിലേ നമുക്കുള്ളൂ. നമ്മുടെ കരങ്ങൾ ശൂന്യമാണ്, നമ്മുടെ കഴിവുകൾ ഒന്നുമില്ലാത്തതാണ്. ബെനിഫാക്ടർ ആൻഡ് ബെനിഫിഷ്യറി. പിന്നെ കാണുന്നത്, forgive us our debts, savior and sinner. ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ജീസസ് ആസ് ദ സേവിയർ ആൻഡ് വി ആർ ദ സിന്നേഴ്സ്. അടുത്തത്, ലീഡ് us not into temptation. ഞങ്ങളെ നയിക്കണം, ഗൈഡ് ആൻഡ് ദ പിൽഗ്രിം. അപ്പൊ ഈ പ്രാർത്ഥനയിൽ കർത്താവും നാമും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡുകള് വളരെ വളരെ ഡെപ്താണ്. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ വായിച്ച ആ വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഗിവ് us this day our daily bread. ഈ പ്രാർത്ഥനാ വാചകത്തിൽ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, this petition encourages us to depend on God. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുമ്പോൾ ഒന്നാമതായി, this petition encourages us to depend upon God. ദൈവത്തിൽ ആശ്രയിക്കുവാൻ. അത് മനസ്സിലാക്കുന്നത് give എന്നുള്ള വാക്കാണ്. തരണമേ, അതൊരു ആശ്രയത്തിന്റെ വാക്കല്ലേ, അതൊരു ഡിപ്പെൻഡൻസിന്റെ വാക്കല്ലേ. Give us, ആ വാക്ക്, this petition encourages us to depend on God. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം
അതിന്റെ 41-ാമത്തെ വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഇയ്യോബ് 38:41, കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ വിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാര്? പൊതുവെ നമുക്കാർക്കും കാക്കയോട് ഒരു താല്പര്യമില്ല. പ്രാവിനോട് താല്പര്യമുണ്ട്, മയിലിനോട് താല്പര്യമുണ്ട്, കുയിലിനോട് താല്പര്യമുണ്ട്. പക്ഷെ ആരും ഇന്ന് വരെ ഒരു കാക്ക പറന്നു പോകുന്നുവെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. കാക്ക എനിക്കും നിങ്ങൾക്കും നമ്മൾ മൈൻഡ് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കാക്കയുടെ കുഞ്ഞുങ്ങൾ വിശന്ന് നിലവിളിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കയ്യിലിരിക്കുന്ന ആ ബിസ്ക്കറ്റോ കാര്യം, അയ്യോ കാക്ക കുഞ്ഞ് കരയുന്നല്ലോ എന്നും പറഞ്ഞ് എറിഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. ഞാനും നിങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. പക്ഷെ ദൈവത്തിന് കഴിയത്തില്ല. കാരണം he is the creator, സൃഷ്ടിതാവെന്നുള്ള നിലയിൽ കാക്കക്കുഞ്ഞിന്റെ കരച്ചില് പോലും സ്വർഗത്തിലെ ദൈവം അവഗണിക്കാതെ തക്ക സമയത്ത് അതിന് തീറ്റ എത്തിച്ചു കൊടുക്കുന്നെങ്കിൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുമ്പോൾ, give us എന്ന് പറയുമ്പോൾ, കാക്കക്കുഞ്ഞുങ്ങളെ മാനിക്കുന്ന ദൈവം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അവന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട, മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ട, തന്റെ മഹത്വത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും ആദരിക്കാതെ ഇരിക്കും. അടുത്തത് 104-ാം സങ്കീർത്തനം, അതിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യം. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ തുറക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ജീവജാലങ്ങൾ, ഈ ലോകത്തിലെ ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നു. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. ജീവജാലങ്ങൾ അവ നിന്നെ കാത്തിരിക്കുന്നു. എന്തിന്? തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന്. അവയ്ക്കൊന്നിനും ഭക്ഷണം കിട്ടാതെ പോകുന്നില്ല. അതിനെ സൃഷ്ടിച്ച ദൈവം അതിന് തക്ക സമയത്ത് അത് എത്തിച്ചു കൊടുക്കുന്നു. 136-ാം സങ്കീർത്തനം, അതിന്റെ 25-ാമത്തെ വാക്യം. 136-ാം സങ്കീർത്തനം 25-ാം വാക്യം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, give us എന്നുള്ള ആ വാക്ക് നമ്മളോട് പറയുന്നത്, it encourages us to depend upon God. ദൈവത്തിൽ ആശ്രയിക്കുക. Let me say, in fact, Christian life is not a trying life, but it is a trusting life. ക്രിസ്തീയ ജീവിതം ട്രസ്റ്റിംഗ് ലൈഫാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതമാണ്. ആമേൻ. ഇന്ന് പകൽക്കായി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, കർത്താവിൽ ആശ്രയിച്ച കാരണത്താൽ ഇന്ന് വരെ ലജ്ജിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ എന്റെ മാതാവ് മരിച്ചതാണ്. ഞാൻ 10-ാം ക്ലാസ്സിന്റെ മോഡൽ എക്സാം എഴുതുമ്പോൾ എന്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു, മരിച്ചുപോയി. ഞങ്ങൾ മക്കൾ 9 പേര്. അപ്പച്ചന്റെ പേഴ്സിൽ മരിക്കുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് 9 മക്കൾക്ക് വേണ്ടി 5 രൂപ. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പച്ചൻ മരിച്ചിട്ട് 50-ലധികം വർഷം കഴിഞ്ഞു. കൃപയാൽ ഇന്നും ഞങ്ങളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യം എന്താണെന്നറിയാമോ? ആശ്രയിക്കുന്നത് മതിയായ ദൈവത്തിലാണ്. He is trustworthy. He is a reliable God. ആശ്രയിക്കാൻ കൊള്ളാകുന്നവനാണ് നമ്മുടെ ദൈവം. സോ ഈ പ്രാർത്ഥന ഒന്നാമതായി നമ്മളോട് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമതായിട്ട് this petition examines the discipline of our lives. നമ്മുടെ ജീവിതത്തിന്റെ ഡിസിപ്ലിൻ. അത് ഞാൻ പറയുന്നത് ഈ കാരണത്താലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് തരണമേ എന്നാണ്, നോട്ട് കേക്ക്സ്. ഗിവ് us this day our daily cakes എന്നല്ല, കേക്ക് തരണമെന്നല്ല, ബ്രെഡ് തരണമെന്നാണ്.
ബ്രെഡ് നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിന്റെ അത്യാവശ്യമുള്ള ഘടകമാണ്. അത് ലക്ഷറിയുടെ ഭാഗമല്ല. ബ്രെഡ് ലക്ഷറി അല്ല, കേക്ക് ലക്ഷറിയാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം, നെസസിറ്റീസ് ഒക്കെയാണ്, ലക്ഷറീസ് അല്ല. ഇന്ന് പലർക്കും വരുന്നൊരു പരാതിയും, എനിക്കറിയാം, വലിയ കടഭാരത്തിൽ കൂപ്പുകുത്തി കിടക്കുന്ന പലരെ കണ്ടിട്ടുണ്ട്. അപഗ്രഥിച്ചു വരുമ്പോൾ നെസസിറ്റീസിനേക്കാളും അപ്പുറമായി ലക്ഷറീസിന്റെ പുറകെ പോയപ്പോൾ ഇല്ലാത്ത ഭാരങ്ങൾ വലിച്ചു കയറ്റിയതാണ്. അടുത്തത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. യുവർ നീഡ്സ്, ശ്രദ്ധിക്കണേ, നോട്ട് യുവർ ഗ്രീഡ്സ്. നിങ്ങളുടെ അത്യാഗ്രഹങ്ങളെ ദൈവം തീർത്തു തരുമെന്നല്ല, യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങളെ. ഈ പ്രാർത്ഥന നമ്മളോട് പറയുന്നത് ആഡംബരത്തിന്റെ പുറകെ പോകാനല്ല, ആമേൻ, ലക്ഷറീസിന്റെ പുറകെ പോകാനല്ല. പൗലോസിന്റെ വാക്കിൽ പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പി. ഞാനിവിടെ വായിച്ചു, സംതിങ് ടു ഈറ്റ് and something to drink and something to put on. Satisfying factor is God. നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഘടകം ഇത് മറ്റൊന്നുമല്ല. വിഭവസമൃദ്ധമായ മേശയോ, ആർഭാടപൂർണമായിരിക്കുന്ന വസ്ത്രധാരണമോ, വിഭവസമൃദ്ധമായിരിക്കുന്ന സംവിധാനങ്ങളോ ഒന്നുമല്ല. ധനവാന്റെ പടിപ്പുരയ്ക്കൽ നായ്ക്കൾ നക്കുന്ന ലാസർ തൃപ്തനായിരുന്നു. ശ്രദ്ധിക്കണം, ലാസറിനെ തൃപ്തിപ്പെടുത്തിയ ഘടകം തന്റെ ശരീരത്തിന്റെ സ്ഥിതിയല്ല, തന്റെ ഭക്ഷണ ക്രമീകരണം ഒന്നുമല്ല. നമുക്കറിയാം, ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ലാസറിന്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കും. ധനവാന്റെ മേശയിൽ നിന്ന് എന്തെങ്കിലും ഒരു കഷണം താഴെ വീണാൽ അത് ലാസറിനെ ശ്രദ്ധിക്കണം, അതത്ര ഈസിയായ കാര്യമല്ല. നായ്ക്കൾ ചുറ്റും നിൽക്കുമ്പോൾ ഒരപ്പക്കഷണം മേശപ്പുറത്തുനിന്ന് താഴെ വീണാൽ ലാസർ കൈ നീട്ടി പിടിക്കുന്നതിനേക്കാൾ മുന്നമേ അത് അകത്താക്കാൻ കഴിവുള്ളതാണ് നായ്ക്കൾ. അപ്പൊ ലാസറിനൊരു അപ്പകഷണം കിട്ടുക എന്ന് പറയുന്നത് റയറായ കാര്യമാണ്. പക്ഷേ ലാസർ അസംതൃപ്തനായിരുന്നില്ല, ലാസർ തൃപ്തനായിരുന്നു. സാറ്റിസ്ഫൈങ് ഫാക്ടർ ഈസ് ഗോഡ്. നമ്മെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവമാണ്. 2 വാക്യം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം. അതിങ്ങനെയാണ്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സാറ്റിസ്ഫൈങ് ഫാക്ടർ എന്ന് പറയുന്നത്, ആമേൻ, പൗലോസ് പറയുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടിയിരിക്കാൻ അറിയാം, വിശന്ന് ജീവിക്കാൻ അറിയാം, താഴ്ചയിലിരിക്കാൻ അറിയാം, പക്ഷെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് മതി. എനിക്ക് നിങ്ങൾ തൃപ്തരായിരിക്കുവാൻ. ആർഭാടങ്ങൾ കൊണ്ടുള്ള തൃപ്തിയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുള്ള തൃപ്തി, അതാണ് നമുക്ക് മതിയായത്. ദൈവത്തിന് സ്തോത്രം. 3-ാമതായി ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്, ദിസ് പെറ്റീഷൻ എലിമിനേറ്റ്സ് ദ ഡിസീസ് ഓഫ് വറി. അതിന്റെ തെളിവ്, ദിസ് ഡേ, ഇന്ന്. കർത്താവ് പറഞ്ഞു, നാളെയെ കുറിച്ചാണ് അനേകരുടെ വറീസ്. ഇന്നത്തെ തലമുറയെ കുറിച്ച് ദൈവദാസൻ പറഞ്ഞ വാക്യം എങ്ങനെയാണ്? ഹറി വറി ബറി ജനറേഷൻ. ഹറി വറി ബറി. ഭയങ്കര തിരക്ക, വെപ്രാളമ. ഹറി വറി, ഫൈനലി ബറി ജനറേഷൻ. ആകുലതകൾ,
അങ്ങനെ പടർന്നു പിടിച്ചു നിൽക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ദിസ് ഡേ, നാളെ എന്നുള്ളത് കർത്താവിന്റെ കരങ്ങളില്. ഇവിടം വരെ കൊണ്ടുവന്ന ദൈവം നാളെയും നടത്താൻ മതിയായവനല്ലേ? ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ പര്യന്തം വഴി നടത്തും. പറയട്ടെ, യോബ് പറയുകയാണ്, 6 കഷ്ടത്തിൽ നിന്നും യഹോവ നിന്നെ വിടുവിക്കും, ഏഴാമത്തേതിലും വിടുവിക്കും. അതിന്റെ ഗ്യാരണ്ടി 6ാമത്തേതിലും വിടുവിച്ചെന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയ ഈ 2024 ആണ്ടിന്റെ അവസാന ദിവസത്തിലായിരിക്കുമ്പോൾ ഇവിടം വരെയും കൊണ്ടുവന്ന് ഇത്രത്തോളം സഹായിച്ച, ഇത്രത്തോളം നിലനിർത്തിയ ഈ ദൈവം നമ്മെ നാളെ വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് വറീസിന്റെ ആവശ്യം നമുക്കൊരിക്കലുമില്ല. ആമേൻ. ഇന്നത്തെ ആഹാരം തരണം. ഏലിയാവിന് ദൈവം കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്തത് ഡെയിലി പ്രൊവിഷൻ ആയിരുന്നു. ഇസ്രായേലിന് മരുഭൂമിയിൽ ദൈവം ഭക്ഷണം കൊടുത്തത് ഡെയിലി പ്രൊവിഷൻ ആയിരുന്നു. ഒരു 10 ദിവസത്തേക്കുള്ള ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് തോന്നിയേക്കാം. പക്ഷേ മരുഭൂമിയിൽ ഇസ്രായേലിന് ദൈവം കൊടുത്തത് ഓരോ ദിവസവും ആവശ്യമായ മന്ന കൊടുത്ത് ഏലിയാവിന്റെ അടുക്കൽ കാക്ക പറന്നു വരും. ഏലിയാവിന് അന്നത്തേക്കുള്ളതുമായി. കാക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വരെ അതിന് എന്തെങ്കിലും കിട്ടിയാൽ മറ്റൊന്നിന് വീതിച്ചു കൊടുക്കുന്ന സ്വഭാവം കാക്കയ്ക്കില്ല. കിട്ടുന്നത് മുഴുവനും സ്വന്തമായിട്ട് എടുക്കുന്ന ശീലമേ ഉള്ളൂ. പക്ഷെ ദൈവം നമ്മെ സഹായിക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെയുള്ള മുഖാന്തരമാണെങ്കിലും മതി എന്റെ ദൈവമക്കളെ. എന്റെ ജീവിതത്തിൽ ഞാനിത് വളരെ 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 അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആമേൻ. ഓരോ ദിവസങ്ങളിലും ഓരോ ആവശ്യങ്ങളിലും ദൈവം എത്ര അത്ഭുതകരമായി നടത്തുന്നു. വറിയെ കുറിച്ച് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. Worry miss the point of life. Life is more than food. Life is more than clothing. Life is more than anything. എന്തുടുക്കും എന്ത് കഴിക്കുമെന്ന് നിങ്ങൾ ഭാരപ്പെടരുത്. ആഹാരത്തെക്കാളും ശരീരം വലുതല്ലേ? ശരീരത്തെക്കാൾ വലുത് ജീവൻ വലുതല്ലേ? ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്നതിനെ മറന്ന് ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കുന്നതിൽ എന്റെ നിങ്ങളുടെ മനസ്സൊടക്കി കിടന്ന് ഭാരപ്പെടുവാൻ ആവശ്യമില്ല. മത്തായി 6:25 പറയുന്നു, worry actually miss the point of life. 6:26 നാം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ. Worry is illogical. There is no logic in worry. നോർമോയ്ക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ പറയുന്നതായിട്ടെന്ന് കേട്ടാൽ, ഞങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോടും ആടിനോടും കോഴിയോടും ഭയങ്കര താല്പര്യമാ, ഞങ്ങളോട് മാത്രമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഞങ്ങളുടെ വീട്ടിൽ വളർന്ന പട്ടിക്കും കോഴിക്കും പപ്പായും മമ്മിയും ഭയങ്കര കരുതലും. പക്ഷെ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കും. കർത്താവ് ചോദിക്കുക, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. ദൈവം പറവയെ പുലർത്തുമ്പോൾ മക്കളെ പുലർത്തുന്നില്ലെന്നോ? കാക്കകളെ പുലർത്തുമ്പോൾ മക്കളെ പുലർത്തുന്നില്ലയോ? സോ ഇൻലോജിക്കൽ. അതിനകത്ത് ലോജിക്കില്ല. മൂന്നാമതായി 6:27 ഇങ്ങനെ വായിക്കുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? Worry, it is a complete waste of time. Worry is
actually a waste of time. വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ ആയുസ്സിനോട് 1 മണിക്കൂറോ 1 മിനിറ്റോ ദീർഘിപ്പിക്കുവാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ടോ? സോ worry is actually waste of time. അടുത്തത് മത്തായി 6:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് ജാതികൾക്കുള്ളതാണ്. 28 മുതൽ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവയെ അധ്വാനിക്കുന്നില്ല, നോക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം വിശ്വാസവും ഫെയ്ത്ത് ആൻഡ് വറി ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. തീയും വെള്ളവും ഒരുമിച്ച് പോകാത്തതുപോലെ വിശ്വാസവും ഫെയ്ത്ത് ആൻഡ് വറി ഒരിക്കലും കൈ കോർത്ത് പിടിച്ച് നടക്കത്തില്ല. രണ്ടും 2 ധ്രുവങ്ങളുള്ളതാണ്. അല്പവിശ്വാസികളെ, വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വറിയിടാകുന്നെങ്കിൽ അത് തമ്മിൽ ചേർന്ന് പോകത്തില്ല. അത് ആക്ച്വലി കോൺട്രഡിക്ഷൻ ആണ്. 6:33 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിച്ച്, ചുരുക്കി പറഞ്ഞാൽ വറിയിടാകുവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം give us this day. This day എന്നുള്ള ആ വാക്ക് ഫരീസിനെ എതിരായി നിൽക്കുന്ന വാക്കാണ്. ഇന്ന് വരെയും ഇവിടം വരെയും കൊണ്ടുവന്ന ദൈവം എത്ര മതിയായവരാണ്. ആമേൻ, ആമേൻ പറയട്ടെ. നാളെയെ കുറിച്ചുള്ള വിചാരം, ഭാവിയെ കുറിച്ചുള്ള ആകുലത ഒന്നിനും നമുക്ക് ആവശ്യമില്ല. അവൻ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വറിയെ കുറിച്ച് ഒരു 6 വാക്ക് വേഗം പറഞ്ഞു പോകാം. ഇറ്റ് ഈസ് നീഡ്ലെസ്, സെക്കൻഡ് സെൻസ്ലെസ്, 3 യൂസ്ലെസ്, 6 പോയിന്റ്ലെസ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഫരീസിനെ കുറിച്ച് കർത്താവ് പറയുന്ന ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുവാൻ കഴിയും. 4-ാമതായിട്ട് നാം വായിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. ദിസ് പെറ്റീഷൻ enlarges our duty to pray. നമ്മുടെ പ്രാർത്ഥിക്കുന്ന കടമയെ എൻലാർജ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം ആസ്, ഞങ്ങൾക്കെന്നുള്ള വാക്ക. ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ള പ്രത്യേകത മീ, മൈൻ ഈ വാക്കില്ല. ആസ് ഈ വാക്കുണ്ട്. ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അതിര് വിശാലമാകണം. കൂടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ സ്നേഹിതരെ, മിഷണറിമാരെ, വേദന അനുഭവിക്കുന്നവരെ, അങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നാൽ ഈ പ്രാർത്ഥനയുടെ അതിര് അതിവിശാലമായിക്കൊണ്ടിരിക്കും. എനിക്ക് തരണമേ എന്നല്ല, ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പകൽക്കാലം ഓർപ്പിക്ക, ഞാനും നിങ്ങളും സ്വർഗത്തിലും ഭൂമിയിലും പേരെഴുതിയിരിക്കുന്ന വിശാലമായ ദൈവസഭ എന്ന കുടുംബത്തിന്റെ ഭാഗമാണ്. ഈ കുടുംബം വാസ്റ്റാണ്, ഈ കുടുംബം വിശാലമാണ്. അതിന്റെ നടുവിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നാം ഒന്ന് ചെയ്യണം, നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകൾ ഒന്നുകൂടെ വിശാലമാക്കണം. യബ്ബേസ് പറഞ്ഞു, നീ എന്റെ അതിര് വിശാലമാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 2025-ാം ആണ്ട് പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലപ്പെടുത്തുന്ന ഒരു അനുഭവമാക്കി തീർക്കുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ഞാൻ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞാനും നിങ്ങളും ശ്രദ്ധിച്ചത്, ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ, പ്രധാനമായും 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനിടയായി. ഒന്നാമത്തേത്, this petition examines our discipline of our life. ജീവിതത്തിന്റെ ചിട്ടകൾ, ക്രമീകരണങ്ങൾ ലക്ഷറീസിന് വേണ്ടിയല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, നീഡ്ഫുൾ ആയത്. അങ്ങനെ ഞാൻ നിങ്ങളും ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ അതേ അനുഗ്രഹമാകും. രണ്ടാമതായി,
This petition encourages us to depend upon God. തരണമേ എന്നുള്ള വാക്ക് ആശ്രയത്തിന്റെ വാക്കാണ്, ദൈവത്തിൽ ശരണപ്പെടുന്നതിന്റെ വാക്കാണ് തരണമേ എന്നുള്ള വാക്ക്. മൂന്നാമതായിട്ട് ഈ പ്രാർത്ഥന, this petition eliminates the disease of worry. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നാളത്തെ എങ്ങനെയാണെന്നല്ല, ഇന്ന് തരണമേ. Daily dependence, each and every moment of our life, let us keep a totally depending life. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ജീവിതം. നാലാമതായി എനിക്ക് തരണമേ, എനിക്ക് തരണമേ, അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, മറ്റുള്ളവരെ കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. ഈ 4 ചിന്തകളാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇപ്രകാരം ഒരു അവസരം എനിക്ക് തന്നതിന് ദൈവസഭയോട് നന്ദി പറയുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ എളിയവനെ കൂടെ ഓർക്കണമേ എന്ന് ആവശ്യബോധത്തോടെ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.